ഒക്കെ തിന്നോ തങ്കം? തങ്കം അതെ, എന്താ നിന്റെ അഭിപ്രായം? ഇതല്ല, അതെ ക്ലീറ്റസിനെ പാലിലേക്ക് പറഞ്ഞേക്കേണ്ട കാര്യം എന്താന്ന് തോന്നുന്നു. ക്ലീറ്റസിനെ പാലിലേക്ക് പറഞ്ഞേക്കണ്ടേ? ഇതെന്താവും പോണില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കണത്? ഇഷ്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അവകാശപ്പെട്ട സ്ഥലല്ലേ, അത് അവര് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയി വാങ്ങിച്ചെന്താ കുഴപ്പം? അവിടെ എടുത്ത് വെച്ചേക്കായിട്ട് ചെറുക്കാ കാർന്നോര് ഓരോ നേരം ഓരോ സ്വഭാവം അതിന്. ഇപ്പൊ എന്തോ വിഷമം വന്നിട്ടുണ്ട്, അതപ്പൊ ക്ലീറ്റോനെ വലിയ ഇഷ്ടത്തിൽ അങ്ങ് വിളിച്ചേക്കണേ. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അവരെല്ലാവരും ഒന്നിച്ചിട്ടുണ്ടാവും, ക്ലീറ്റോ പിന്നെയും പുറത്താവും, വേറെ പണിയില്ല. അതെ, ഈ വിളിച്ച സമയത്ത് പോയിട്ട് കാര്യം നടത്തി കഴിഞ്ഞാൽ അത് കയ്യിലിരിക്കും. വെറുതെ ഉള്ളത് കളഞ്ഞു വിളിക്കരുതെന്ന് പറഞ്ഞു. കിട്ടാൻ പോണില്ല, അങ്ങോട്ട് ചെല്ലുമ്പോ അവരൊന്നും തരികയാണ്. ഇത്ര നാൾ അങ്ങോട്ട് കടക്കാത്ത ആൾക്കാർക്ക് എന്താ കിട്ടാത്ര വലിയ പാടെന്ന്? അവൻ അവകാശപ്പെട്ടതല്ലേ? അവകാശപ്പെട്ടു എടി, അവൻ അവകാശപ്പെട്ട സ്ഥലാണ്. എനിക്കറിയില്ല, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? അവരുടെ സ്ഥലം, അവരുടെ സ്വത്ത്, അവരെന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളെയും കൂടി സ്വത്താണ്. നീ അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുക, എന്നിട്ട് നേരെ പാലിലേക്ക് പറഞ്ഞയക്കുക. വേറൊരു മാർഗമില്ല, ഒന്നും നടക്കില്ല. നീ എങ്ങനെയെങ്കിലും പോയിട്ടൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞ പോങ്ങം കേൾക്കില്ല, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞാലും കേൾക്കില്ല. നീ പറഞ്ഞാ കേൾക്കൊന്ന്. നിനക്ക് പറഞ്ഞ എന്താ കുഴപ്പം? എന്താ ഞാൻ പറയണ്ടത്? നീ പറഞ്ഞോ. നടരാജ, മീറ്റിങ്ങിന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഇവിടെ മീറ്റിംഗ് മാത്രം നോക്കിയാൽ മതിയാ, അത് കുടുംബകാര്യമൊക്കെ പിന്നെ ആര് നോക്കും? ആ വൈകുന്നേരം കൂടാ. ഓ ആ ശരി. ഇവിടെ പറഞ്ഞല്ലേ ഫോൺ വെക്കുന്നീ ഒരു രീതി. ആ ഓ എന്തൊരു കഷ്ടമാണ് നോക്കണേ നടരാജനെ കൊണ്ട്. മീറ്റിംഗ് എന്നാ മീറ്റിങ്ങിന് എന്താണ്? ചായയും ബിസ്ക്കറ്റും തിന്നാനാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പൊടി പൊടിയൊക്കെ വീഴും. നല്ല രസമുള്ള സ്ഥലം. ഇത് നോക്കി, ഈ കളി നിനക്കറിയാം? പണ്ട് ഞങ്ങള് നമ്മുടെ ആയിരുന്നു, അമ്മാവിന്റെ ഇതിലുള്ളതായിരുന്നു. പക്ഷെ ശരിക്കും ഇത്രയും പറമ്പൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നല്ലതല്ലേ നമുക്ക്? അത് അമ്മാവൻ കൊടുത്തു അല്ലേ? ഒന്ന് ആലോചിക്കേ, നമുക്ക് ഇങ്ങനെ കുറേ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തെങ്ങൊക്കെ വയ്ക്കാം, കുരുമുളകൊക്കെ. അതിനൊക്കെ അതിൻ്റെതായ സമയമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ മാതിരി അതിനുള്ള സമയമില്ലല്ലോ. ഞാൻ ഈ പാർട്ടി മീറ്റിങ്ങിന് എന്നെ സമയം കിട്ടുന്നില്ല. അല്ല, നമുക്ക് കഴിക്കാമല്ലോ. ആയോടി കഴിക്കാനാവും ഇപ്പാവും. അയ്യോ നീ വീഴല്ല നീ. അല്ല ക്ലീറ്റ, നമുക്ക് ഇങ്ങനെ സ്ഥലമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും മേടിക്കായിരുന്നു. കുറച്ച് സ്ഥലം തിരുവനന്തപുരത്ത് നിന്നല്ല, കുറച്ച് മാറി ദൂരോട്ട് മാറിയിട്ട് എവിടെയെങ്കിലും. അമ്മാവന്റെ കാലശേഷം ഇതൊക്കെ നമുക്കുള്ള തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ അത് ഇവിടെ എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല ക്ലീറ്റ. സത്യത്തിൽ എനിക്ക് തിരുവനന്തപുരം ഇഷ്ടമല്ല. അയ്യോ അതല്ലേ? നീ എവിടെ ഉദ്ദേശിക്കണേ? എനിക്ക് കുറച്ച് ഈ വടക്കോട്ട് നീങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടം. വടക്കോട്ട് എന്ന് പറയുമ്പം ഈ റബ്ബറൊക്കെ ഉള്ള സ്ഥലങ്ങൾ. കോട്ടയം, ഏറ്റുമാനൂര് വഴി പാല ഇങ്ങനെ കറങ്ങി അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില ഇഷ്ടങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കണം സാഹചര്യങ്ങൾക്കനുസരിച്ച്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമോ മോഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങ് മനസ്സിൽ നിന്ന് അങ്ങ് ഉപേക്ഷിച്ചോളണം കേട്ടോ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ്? അതെ, ഇവൻ എന്തിനു തീരുമാനിച്ചിട്ടാണ്? അവ ഒരു നിലയ്ക്ക് അടുക്കണില്ലാന്ന്. ഈ പോങ്ങനെ അതുവരെ പോയെന്താ കുഴപ്പമെന്ന് ഞാൻ നോക്കണം. എങ്ങനെയെങ്കിലും അമ്മാവൻ പറഞ്ഞിട്ടൊന്ന് ശരിയാക്ക്. ആ തങ്കത്തിനോട് പറയാൻ പറ. തങ്കത്തിനോടൊക്കെ ഞാൻ പറഞ്ഞില്ലേ? അന്നാ തങ്ക അവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളൂ, അല്ല ഇപ്പം എന്താ? പക്ഷെ അവൻ കേൾക്കില്ലെന്ന്. അതിന് അവൻ എങ്ങനെ കേൾക്കുക? അവിടെ ആരാ അവൻ്റെ അളിയൻ? പോലീസുകാരനല്ലേ? അവൻ്റെ അടുത്ത് ഇപ്പം ഈ തരികട വല്ലതും നടക്കുമോ? ഇവിടെ അന്നെ പറ്റിച്ച് ഇങ്ങനെ മണിയടിച്ച് വല്ല കാശും മേടിച്ച് ആ തങ്കത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് തടികളെ കണ്ട് ജീവിച്ചു പഠിച്ചു അവനാ തന്നെ. എന്താ പറഞ്ഞേ? നടക്കൂല. അത് കേട്ടിട്ട് ഇങ്ങോട്ട് പോന്നു. എന്തടി അതിന്റെ തലയിൽ? എനിക്ക് അറിയേണ്ടി വയ്ക്കാൻ. ക്ലീറ്റോന് ഇഷ്ടമല്ല. ക്ലീറ്റോനെ പണ്ട് അവിടെ കയറ്റിയില്ലല്ലോ. പണ്ട് കയറ്റിയില്ല ശരി, പക്ഷെ ഇപ്പൊ ചെന്നിട്ട് ഈ അവകാശം ഇത് വാങ്ങിക്കുന്നതിന് എന്താ കുഴപ്പം? ഏറ്റവും പറ്റിയ സന്ദർഭം ഇപ്പോഴല്ലേ അച്ഛൻ വന്ന് പറഞ്ഞല്ലേ. ക്ലീറ്റോന് വേണ്ടാന്ന് പറയണ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവരുടെ കുടുംബം, അവരുടെ സ്വത്ത്, ഞാൻ എന്ത് പറയാൻ അതിനകത്ത്? ഞാൻ നീ പറഞ്ഞാൽ ചെന്ന് പറഞ്ഞതാ. എന്തൊരു കഷ്ടം. അതെ, ഞാൻ പറയുകയാണെങ്കിൽ നീ അവനെയും കൂട്ടിയിട്ട് കുറച്ച് ദിവസം അവിടെ പോയി കുട്ടീനെയും കൂട്ടിയിട്ട്. അയ്യോ, ഞാൻ പോവാനവരുടെ വീട്ടിലോട്ട്. പിന്നെ അവങ്ങോട്ട് പോയി എത്തി നോക്കി വന്നാൽ നടക്കില്ല. ഒരു മാസം അവിടെ താമസിക്കണം. അങ്ങനെയുള്ള വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്, ഞാൻ പോവില്ല.
പക്ഷെ എന്താ ഇത് അതിലും വലിയ പോത്ത്. എന്തിന് ഞാൻ എന്തിനാ കൂടെ പോണേ? എടി അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അത് വിൽക്കാൻ പറ്റില്ല. അപ്പൊ അതെന്ത് കാട്ടും? അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കേസും കൂട്ടാവുമ്പോ ഇന്ന് പകുതി ഇങ്ങോട്ട് കിട്ടും. അതെന്റെ കുട്ടിക്ക് കൊടുത്തൂടെ? അർഹതപ്പെട്ട സാധനം വാങ്ങിച്ചൂടെ? ആ അത് വാങ്ങിച്ചെടുക്കണ്ടേ? എടാ എനിക്ക് വയ്യ. അവന് റിസ്ക് എടുക്കാൻ തയ്യാറല്ല അവൻ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ, ആ പോത്തിനും ചുമന്നിട്ട് കിട്ടണ തുണിയും തുന്നിയിട്ട് നരകടിച്ച് ഇവിടെ അങ്ങോട്ട് ജീവിച്ചോ. അല്ല അപ്പൊ ഞാൻ എന്താ പറയാ? അതെ, എങ്ങനെയെങ്കിലും അവനൊന്ന് പറഞ്ഞു വിടാനുള്ള ഏർപ്പാടുണ്ടാക്കും. അവൻ ഇനി പോരാൻ തയ്യാറായ നീയും കുട്ടി അവിടെ പോയി നിൽക്കോ? അന്ന് നിൽക്കാതെ അവൻ തയ്യാറായ പിന്നെ ഇവിടെ കൂടെ. അവൻ തയ്യാറാണെങ്കിൽ നിനക്ക് പോണേ എന്താ കുഴപ്പം? ആദ്യം ക്ലീറ്റ് ശരിയാവോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പോവാം. കഷ്ടം. ക്ലീറ്റ് എങ്ങനെയാ എന്താ ചെയ്യാ? അതെ, അവൻ പോവാൻ വഴിയുണ്ട്. എന്തുവഴി? നീ ആ ഫോൺ എടുത്താ. എവിടെയത്? അതാ ടിവിയുടെ അവിടെ ഇരിക്കും. Alien versus Alien.